പ്രാഞ്ചേട്ടൻ മോഡൽ അല്ലെങ്കിൽ ഷോ ഓഫ് ആണോ നിങ്ങൾ പറയുന്ന ഈ പേഴ്സണൽ ബ്രാൻഡ്? അത് നിങ്ങളുടെ തീരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് എപ്പോഴാണ് ഷോ ഓഫ് ആവുന്നത് അറിയോ? അഭിനയിക്കുമ്പോഴാണ് ഷോ ഓഫ് ആവുന്നത്. ഹംബിളായിട്ട് പറയുന്ന അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു കാര്യം പല ടോണിൽ പറയാം. എൻ്റെ കയ്യിൽ ഇത്രയുണ്ട്, നിന്റെ കയ്യിൽ എന്തുണ്ട് എന്നും ചോദിക്കാം. എൻ്റെ കയ്യിൽ ഇത്രയുണ്ട്, നിങ്ങൾക്ക് അത് എങ്ങനെ എത്തുന്നുള്ളത് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതെങ്ങനെ ഞാൻ അച്ചീവ് ചെയ്തു, ഞാൻ സ്ട്രഗിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ നിങ്ങൾ പ്രാഞ്ചേട്ടനാവാം, പക്ഷേ പ്രാഞ്ചേട്ടനാവുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയെ പറ്റിയിട്ട് ഓപ്പൺ ആവുന്നവരെ ആരും അങ്ങനെ വിളിക്കാറില്ല എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. ഇപ്പൊ ഷെഫ് പിള്ളയുടെ കേസിൽ നോക്കുവാണെങ്കിലും വി നോ ദ കംപ്ലീറ്റ് സ്റ്റോറി ഓഫ് ഒരു സെക്യൂരിറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് UK-ൽ ഒരു നോർമൽ ഷെഫ് ജോലി ചെയ്ത് അവിടുന്ന് വർക്ക് ചെയ്ത് തിരിച്ചിവിടെ വന്ന് ചെറിയ ചെറിയ വിഭവങ്ങൾ അപ്പോഴും പുള്ളിയുടെ കയ്യിൽ നല്ല വെൽത്ത് ഉണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ എന്നുള്ള വീഡിയോയിലാണ് പുള്ളി ഇപ്പോഴും തുടങ്ങുന്നത്. ഹൗ യു ആർ ബിൽഡിംഗ് യുവർ പേഴ്സണൽ ബ്രാൻഡ്. യു ക്യാൻ ഷോ ഓഫ്, യു ഹാവ് ടു ഷോ ഓഫ്. കാരണം നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണിക്കാം. പക്ഷേ ഷുഡ് നെവർ എവിഡന്റ് ആവണത്. അത് കാണിക്കാതെ കാണിക്കണം. ദർ ഇസ് എ സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ്. പീപ്പിൾ വിൽ ബിലീവ്. ശരിയാണ്. ഫ്രം നത്തിങ്, ഒന്നുമില്ലാതെ ഒരു വാടകയ്ക്ക് ഒരു കാർ എടുത്തുകൊണ്ട് വന്ന് അല്ലെങ്കിൽ ഒരു കോട്ട്, ദാറ്റ് വിൽ നെവർ വർക്ക്. നിങ്ങൾ റിയൽ എന്താണോ അത് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നോ വൺ വിൽ ബ്ലെയിം യു. അല്ലെങ്കിൽ ആരും നിങ്ങളെ കളിയാക്കാനോ അല്ലെങ്കിൽ ഇവൻ ഭയങ്കര അഹങ്കാരം അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. ബി റിയൽ, വാട്ട്സ് ഹാപ്പനിങ്, ഷോ ഇറ്റ് ടു യുവർ ഓഡിയൻസ് ആൻഡ് ദാറ്റ് വിൽ ബി എ പെർഫെക്റ്റ് പേഴ്സണൽ ബ്രാൻഡ്. मेरा पास गाड़ी है, दौलत है, तुम्हारा पास क्या है?